ഹലോ, എല്ലാവർക്കും ദേവു ആൻഡ് ദാരു ആർട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു ഓയിൽ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. അണ്ടർ പെയിൻറ്റിങ്ങിനായി ഞാൻ ബേൺഡ് അമ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ബേൺഡ് സേനയും റോ അമ്പറും ഒക്കെ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഇന്ന് ബേൺഡ് അമ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാനുള്ള ചിത്രത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ ബേൺഡ് അമ്പർ ടർപ്പൻറ്റൈൻ മാത്രം ഉപയോഗിച്ച് ലൂസാക്കിയാണ് അപ്ലൈ ചെയ്തത്. ബേൺഡ് അമ്പർ പെട്ടെന്ന് ഡ്രൈ ആവുന്ന പെയിൻ്റാണ്. പക്ഷേ ടർപ്പൻറ്റൈൻ കൂടി ഉപയോഗിച്ച് ലൂസാക്കി അപ്ലൈ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ അത് അക്രിലിക് പെയിൻറ്റ് പോലെ പെട്ടെന്നത് ഡ്രൈ ആയിപ്പോയി. കഴിഞ്ഞ പെയിൻറ്റിങ്ങിന് ഞാൻ ലിൻസീഡ് ഓയിൽ കൂടെ ചേർത്താണ് ബേൺഡ് അമ്പർ ലൂസാക്കിയിട്ട് അപ്ലൈ ചെയ്തത്. അപ്പോൾ എനിക്ക് 2 ദിവസം വേണ്ടി വന്നു അത് ഡ്രൈ ആയി കിട്ടാൻ. ഹൈലൈറ്റിംഗ് പോർഷനൊക്കെ ഞാനൊരു കോട്ടൺ ഉപയോഗിച്ച് തുടച്ച് കൊടുക്കുന്നുണ്ട്. അണ്ടർ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് സമയവും പെയിൻറ്റും വേസ്റ്റാക്കുന്ന ഒരു എക്സ്ട്രാ പ്രോസസ്സാണെന്ന് അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷേ അണ്ടർ പെയിൻറ്റിങ്ങിന് പലവിധമായ പ്രയോജനവുമുണ്ട്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് അപ്ലൈ ചെയ്യുന്ന കളേഴ്സിന് കൂടുതൽ ഡെപ്ത് തോന്നിപ്പിക്കുന്നു. പിന്നെ അണ്ടർ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കോൺട്രാസ്റ്റിംഗ് ലെവൽസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു. ഓയിൽ പെയിൻറ്റിൻ്റെ കളർ വൈബ്രൻ്റ് അല്ലെങ്കിൽ കളർ ഡെപ്ത്നെസ് ഫെയ്ഡാവാതെ ദീർഘകാലം നിലനിൽക്കുന്നതിന് ഈ അണ്ടർ പെയിൻറ്റിങ് സഹായിക്കുന്നുണ്ട്. ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ ബേൺഡ് അമ്പർ ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നുണ്ട്. ഈ അണ്ടർ പെയിൻറ്റിങ് ടെക്നിക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ നിലവിൽ വന്നതും നമ്മുടെ ഓൾഡ് മാസ്റ്റേഴ്സ് ഉപയോഗിക്കുകയും ചെയ്തിരുന്നതാണ്. അണ്ടർ പെയിൻറ്റിങ് ടെക്നിക്ക് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഈ ടെക്നിക്കൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. അണ്ടർ പെയിൻറ്റിങ് പല രീതിയിലും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെയ്തത് ക്യാൻവാസ് ഒന്ന് ടോൺ ചെയ്തു, എന്നിട്ട് അതിന് മുകളിൽ സെയിം കളർ ഉപയോഗിച്ച് ഒരു ഔട്ട്ലൈൻ വരയ്ക്കുകയാണ് ചെയ്തത്. ചിലർ അണ്ടർ പെയിൻറ്റിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിറത്തിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉപയോഗിച്ച് ഒരു പൂർണ്ണതയുള്ള മോണോക്രോം ചിത്രം തന്നെ ഈ അണ്ടർ പെയിൻറ്റിങ്ങിനോടൊപ്പം തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പെയിൻറ്റിങ്ങിന് കൊടുത്തിരിക്കുന്ന പേര് മെലങ്കളി എന്നാണ്. ഈ പെയിൻറ്റിങ്ങിൻ്റെ ഐഡിയയും റെഫറൻസും എനിക്ക് കിട്ടിയത് മമ ആൻഡ് മിയ ഫോട്ടോഗ്രാഫി എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ്. ഒരേ സമയം നല്ലതെന്നും മോശമെന്നും പറയാൻ പറ്റുന്ന ഓയിൽ പെയിൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് ഉണങ്ങാൻ കൂടുതൽ സമയമെടുക്കുന്നു എന്നത്. ഡ്രൈയിങ് ടൈം കൂടുതലായതുകൊണ്ട് നമുക്ക് നമ്മുടെ പെയിൻറ്റിങ്ങിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് മാറ്റം വരുത്തേണ്ടതെങ്കിലും നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നു. പിന്നെ ബ്ലെൻഡ് ചെയ്യാൻ കൂടുതൽ സമയം കിട്ടുന്നു. ഈ സ്ലോ ഡ്രൈയിങ് ടൈം ചില ആർട്ടിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം പെട്ടെന്ന് ഓരോ ലെയർ പെയിൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു ലെയർ പെയിൻറ്റ് ചെയ്താൽ അത് ഡ്രൈ ആയിട്ടാണ് അടുത്ത ലെയർ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പെട്ടെന്ന് പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ ഈ ഒരു പ്രത്യേകത, അതായത് സ്ലോ ഡ്രൈയിങ് ടൈം ഇഷ്ടമല്ല. പെയിൻറ്റിങ്ങിൽ ധാരാളം ടെക്നിക്സും സ്റ്റൈലും ഒക്കെ ഉണ്ട്. പല ചിത്രകാരന്മാരും പല ടെക്നിക്സും കണ്ടുപിടിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ചിത്രകാരന്മാർ വ്യത്യസ്ത സ്റ്റൈലുകളാണ് ഉപയോഗിക്കുന്നത്. ചിലർക്ക് റിയലിസമാണ് ഇഷ്ടം, ചിലർക്ക് എക്സ്പ്രഷനിസമാണ്, ചിലർക്ക് അതല്ല ഇംപ്രഷനിസമാണ്, ചിലർ ക്യൂബിസം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ അബിലിറ്റി മനസ്സിലാക്കി അതിൽ കൂടുതൽ പെയിൻറ്റിങ് ചെയ്യുക, അല്ലെങ്കിൽ ആ പെയിൻറ്റിങ് സ്റ്റൈലിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. എൻ്റെ ഈ വിഷാദസുന്ദരിയുടെ അണ്ടർ പെയിൻറ്റിങ് പ്രോസസ്സ്
ഇഷ്ടപ്പെടുകയും പ്രയോജനപ്പെടുകയും ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.